തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. പഴക്കം ചെന്നൊരു കേസാണ്. ചികിത്സയെല്ലാം വിഫലമായതാണ്. എങ്കിലും എനിക്ക് നേരിയ പ്രതീക്ഷയുണ്ട്. അയാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവും. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. എന്റെ സംശയങ്ങൾ ശരിയായി വന്നാൽ ഇതിനു മുമ്പും കണ്ണന്റെ ശരീരത്തിൽ ശരിയായ അർത്ഥത്തിൽ മരുന്ന് ചെന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അയാളിനി ആ മരുന്നൊക്കെ നോക്കിക്കാണോ? അയാൾ അവന്റെ മുറിയിലേക്കൊക്കെ പോയായിരുന്നല്ലോ. ഇനി നോക്കിയോ അതോ കൊണ്ടുപോയോ എന്നൊന്നും പിടികിട്ടുന്നില്ല. ഞാൻ തന്ന മരുന്ന് അതേപടിയല്ല അയാളുടെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ചില രാസവസ്തുക്കളും അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണന് നെഞ്ചരിച്ചിലും വയറ്റിനകത്തൊരു കത്തലൊക്കെ അനുഭവപ്പെട്ടത്. കുട്ടിക്കറിയാലോ, ഞാൻ ആദ്യം മരുന്ന് തന്നപ്പോ കണ്ണൻ അത് കഴിച്ച ശേഷം വൊമിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരുതരം മരണവെപ്രാളമൊക്കെ കാണിച്ചിരുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല. ആ സംഭവം മഹാലക്ഷ്മി വിളിച്ചു പറഞ്ഞത് മുതൽ എനിക്ക് സംശയം തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ ഒരു തരത്തിലും ദ്രോഹിക്കാത്ത മരുന്ന് 2ാം ഘട്ടം തന്നത്. എന്നാൽ അത് കഴിച്ചപ്പോഴും കണ്ണൻ അസ്വസ്ഥതയുണ്ടായി. അവിടെ ആ മരുന്ന് പ്രിപ്പയർ ചെയ്ത ഒരു വൈദ്യനെ തറപ്പിച്ച് പറയാൻ കഴിയും മരുന്നിൽ മായം ചേർത്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് കണ്ണന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ വന്ന് കണ്ണന്റെ 2ാം അമ്മയോടും സഹോദരിയോടും സംസാരിച്ചപ്പോൾ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എല്ലാം വ്യക്തമാവുന്നുണ്ടായിരുന്നു. സൂക്ഷിക്കണം മോളെ. പാമ്പിനെ പോലെ വിഷം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാ കണ്ണന് ചുറ്റുമുള്ളവര്. ശരിക്കും പറഞ്ഞാൽ കണ്ണനിപ്പോ മഹാലക്ഷ്മി മാത്രമേ ഉള്ളൂ. ആ തിരിച്ചറിവ് മോക്കുണ്ടാവണം. അതെനിക്കറിയാം സർ. എന്നാ പിന്നെ എന്തു വില കൊടുത്തും അയാളെ ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്കൂ. ഉടനെ വേണ്ട, ജോലി തിരക്കൊക്കെ അവസാനിപ്പിച്ചിട്ട് വന്നാ മതി. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന മരുന്ന് അതേ അളവിൽ അയാളുടെ ഉള്ളിൽ ചെന്നാൽ ചിലപ്പോൾ മോൾ ആഗ്രഹിക്കുന്ന പോലെ അയാളുടെ വിരലെങ്കിലും ചലിച്ചു തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ തന്നെ സംഭവിക്കുമായിരുന്നു. എന്നാൽ അത് നടത്താൻ സമ്മതിച്ചില്ല. മോള് പറഞ്ഞതുപോലെ അയാളുടെ സ്വത്തിനെ മാത്രം കണ്ണും നട്ടിരിക്കുന്നവർ. ഞാനത് കണ്ണേട്ടനെ അറിയിച്ചോളാം. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കിടക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ മരുന്നൊന്നും തന്നുവിടുന്നില്ല. കണ്ണനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കൂ. ഇവിടെ എത്ര തിരക്കാണെങ്കിലും ശരി, കണ്ണന് വേണ്ടി ഒരു ബെഡ് ഞാൻ മാറ്റിവെച്ചിരിക്കും. വളരെ നന്ദിയുണ്ട് സർ. എനിക്ക് ഈ ജീവിതത്തിൽ സ്വത്തും വേണ്ട, പണവും വേണ്ട. എന്റെ കൈപിടിച്ച് നടക്കുന്ന എന്റെ കണ്ണേട്ടനെ മാത്രം മതി. അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ശരി സർ. ഇതുപോലെ ഭർത്താക്കന്മാരോട് ആത്മാർത്ഥത കാണിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ടോ ജയബാല? ആരും കാണില്ല. ആ കുട്ടിയുടെ മനസ്സിന്റെ നൈർമല്യം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കട്ടെ. ഇനി തർക്കത്തിനൊന്നും നിൽക്കരുത്. ആ മരുന്ന് മണത്ത് നോക്കിയപ്പോ തന്നെ തോമസ് വൈദ്യൻ സംശയിച്ചതാ. അദ്ദേഹത്തിന് ഈ വീട്ടിലെത്തിയപ്പോ അത് 100% സത്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷോ പറഞ്ഞത് കണ്ണേട്ടൻ കുറച്ചു ദിവസം അവിടെ ചെന്ന് ചികിത്സ നടത്തണമെന്ന്. എനിക്ക് വയ്യ മഹി. ആ സമയത്ത് കമ്പനി കാര്യങ്ങളൊക്കെ ആരെ നോക്കുന്നേ? അതിനല്ലേ ആൾക്കാരെ വെച്ചിരിക്കുന്നേ. നമുക്കൊരു രോഗം വന്നോന്ന് വിചാരിക്ക, 1-2 ആഴ്ച അവിടേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആരാ കമ്പനി നോക്ക? കണ്ണേട്ടൻ അവിടെ കിടക്കാൻ വയ്യ, അവിടുത്തെ മരുന്ന് കഴിക്കാനും വയ്യ.
അതിനു വേണ്ടിട്ട് വെറുതെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക. ഞാൻ കമ്പനിയിലില്ലെങ്കിൽ താൻ കമ്പനി നോക്കോ? ആവശ്യമാണെങ്കിൽ നോക്കും. വൈദ്യന്റെ വീട്ടില് ഏതു നേരവും ഞാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ സഹായികളുണ്ട്. എന്നെ വെറുതെ ഇങ്ങനെ നിർബന്ധിക്കില്ലേ മഹി? അതന്നെ എനിക്കും പറയാനുള്ളത്. എന്നെ വെറുതെ വിഷമിപ്പിക്കരുത്. എന്താ തന്നോട് പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നോടൊന്നും പറയണ്ട. മരുന്നിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കലർത്തിയിട്ടാ ഇത്രയും നാളും കണ്ണേട്ടന് മരുന്ന് തന്നോണ്ടിരുന്നെ. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. കണ്ണേട്ടൻ തളർന്നു കിടന്ന കുട്ടിക്കാലത്ത് പോലും അവരൊക്കെ അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചികിത്സ നേരായ മാർഗത്തിൽ നടക്കുമ്പോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതെനിക്ക് ഉറപ്പാ. കണ്ണേട്ടന് എന്ത് ചികിത്സയാ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്? കൂടെയുള്ളവർ ചതിച്ചതുകൊണ്ടാ കാൽവിരലുകൾ പോലും അനക്കാൻ സാധിക്കാതിരുന്നത്. എന്റെ മഹി എന്നെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിപ്പിച്ചിട്ടുണ്ടല്ലോ. ആക്സിഡന്റ് നടന്ന് മാസങ്ങളോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ആയുർവേദ ഹോസ്പിറ്റലിലും കിടന്നിട്ടുണ്ട്. ആ സമയത്ത് കണ്ണേട്ടന് കൂട്ടുനിന്നത് ആരാ? കൂടുതൽ സമയം നിന്നത് അമ്മാവനാ. മേഘന്റെ അച്ഛൻ അല്ലേ? മേഘന്റെ സ്വഭാവം വികൃതമായി പോയത് അയാളുടെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ടാവാം. കണ്ണേട്ടന്റെ അമ്മാവനാ ഈ ബന്ധം കൊണ്ടുവന്നത്. എന്റെ അച്ഛനും കണ്ണേട്ടന്റെ അമ്മാവനും അടുത്ത പരിചയക്കാരാ. അവര് തമ്മിൽ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് കരുണയുടെ അച്ഛൻ പറഞ്ഞു കാണും ഞാൻ അവിടെ ജീവിച്ച രീതികളൊക്കെ. അതുകൊണ്ട് ഞാനിവിടെ ഒരു ജോലിക്കാരിയാവുമെന്ന് കരുതിയിട്ടാ അവർ ഈ കല്യാണം നടത്തിയത്. അത് പലതവണ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനും അങ്ങനൊരു മാനസികാവസ്ഥയല്ല വന്നത്. ജോലി ചെയ്യാനും കണ്ണേട്ടനെ നോക്കാനും. എന്നാൽ എന്റെ കൈ പിടിച്ചുയർത്തിയത് എന്റെ കണ്ണേട്ടനാ. അതുകൊണ്ട് തന്നെ കണ്ണേട്ടനെ മാറ്റിയെടുക്കേണ്ടത് എന്റെ ആവശ്യം. ഒന്ന് സമ്മതിക്കുക കണ്ണേട്ടാ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം നമുക്ക് കിട്ടും. തോമസ് വൈദ്യര് 100% ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. 1% പോലും അദ്ദേഹം ഇതുവരെ ഈ ചികിത്സ കൊണ്ട് ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിടത്ത് കിടന്ന് ചികിത്സിക്കണോ? കണ്ണേട്ടാ, എന്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ സത്യമായിട്ട് വന്നിട്ടേ ഉള്ളൂ. സാഗറിനെ നമ്മുടെ കമ്പനിയിലേക്ക് പറഞ്ഞയച്ചത് മേഘനായിരിക്കുമെന്ന് ഞാൻ സംശയിച്ചു. അത് 100% ശരിയായി വന്നില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ എനിക്കെന്തോ ഒരു സുഖം തോന്നുന്നില്ല മഹി. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി എന്താലോചിക്കാനാ കണ്ണേട്ടാ? ഞാൻ കാല് പിടിച്ച് പറയാ, കണ്ണേട്ടൻ കുറച്ചു ദിവസം അവിടെ നിൽക്കണം. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ തന്നെ കമ്പനി ഇങ്ങനെ വളർത്തി കുറെ പണം സമ്പാദിച്ചിട്ട് എന്താ കണ്ണേട്ട കാര്യം? അതൊക്കെ അനുഭവിക്കാൻ ആളില്ല അല്ലേ? എന്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊക്കെയാ താൻ ചിന്തിക്കുന്നതല്ലേ? അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എത്രമാത്രം പണം ഉണ്ടാക്കിയതാ അനന്തവേട്ടനും ലേഖയൊക്കെ. അവർക്ക് കുട്ടികളുണ്ടോ? പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ടും റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനമാണെന്ന് കരുതി പിന്നെ സൈലന്റ് ആയിരിക്കണം. അങ്ങനെയാ വേണ്ടത്. ഏതായാലും ഇടിപിടിയെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ആലോചിക്കണം. തോമസ് വൈദ്യം കൊടുക്കുന്ന മരുന്ന് അതേപടി അകത്തിയെന്നാലേ എന്തെങ്കിലും ഗുണം ചെയ്യൂ. മരുന്നിനേക്കാൾ കൂടുതൽ മറുമരുന്നാണ് ഉള്ളിലേക്ക് ചെല്ലുന്നത്. പിന്നെങ്ങനെ അവന് പുരോഗതി ഉണ്ടാവാനാ? 2 പേര് ഇവിടെ തന്നെ ഉണ്ട്. അതേപ്പറ്റി സംസാരിക്കണ്ട. ദേ, ഏട്ടനാ പൊടി തീരുന്നതിനനുസരിച്ച് കൊണ്ടുതാ. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മാവനെത്തിയോ?
നീ കാണണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പെട്ടെന്ന് വന്നത്. എന്താ മോനെ? മേഘൻ മഞ്ജുവിന്റെ മുറച്ചെറുക്കനാ. കുട്ടിക്കാലം മുതലേ അവരുടെ ബന്ധം പറഞ്ഞു വെച്ചതാ. അതുകൊണ്ട് മഞ്ജു അവനെ അല്ലാതെ മറ്റൊരാളെ ഭർത്താവായി കണ്ടിട്ടില്ല. പക്ഷേ ആ ബന്ധം നടത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനാ ഞാൻ അമ്മാവനോട് വരാൻ പറഞ്ഞേ. അതെന്താ കണ്ണാ നീ അങ്ങനെ പറയുന്നേ? അങ്ങനെ പറഞ്ഞതല്ല, പറയിപ്പിച്ചതാ അടുത്ത് നിൽക്കുന്ന ആള് തന്നെ. ഇത് ഞങ്ങളുടെ കുടുംബകാരിയാ, അതിൽ നീ ഇടപെടണ്ട. ഈ കുടുംബത്തിൽ അംഗമാ ഞാനും, അതുകൊണ്ട് എനിക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആവശ്യമില്ലാത്ത നിന്റെ സംസാരത്തിന് കാലെണ്ണയുടെ വില പോലും ഞാൻ തരില്ല. നിന്റെ വീട്ടിൽ വെച്ച് നീ ഒരുപാട് സംസാരിച്ചു കാണും, അതൊക്കെ പഴയ കഥ. ഇവിടെ അത് വേണ്ട. അയ്യോ മോളെ, എന്റെ കണ്ണ, മേഘനെ കെട്ടാൻ പോകുന്നത് മഞ്ജുമോളാ. അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ബന്ധത്തെ എതിർക്കുന്നത്? അവന്റെ പഴയ സ്വഭാവത്തില് ഇപ്പോഴും മാറ്റമില്ലാന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരുത്തിന് എന്റെ പെങ്ങളെ കൊടുക്കാൻ പറ്റില്ല. മഞ്ജുവിന് യോജിച്ച ഭർത്താവല്ല മേഘൻ. അവനിപ്പോ മാന്യമായ ജോലിയും ശമ്പളവും ഞാൻ കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് അവനെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ. നാളെ അവന്റെ ഭാര്യ ആവേണ്ട പെൺകുട്ടി. സാഹചര്യങ്ങളെല്ലാം അവന് അനുകൂലമായിട്ടും അവനിപ്പോഴും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുടെ പുറകെ. എടാ ഇതൊക്കെ നിന്റെ ഭാര്യ പറയുന്ന കഥകളല്ലേ? എന്റെ ഭാര്യ പറയുന്ന കഥകൾ എനിക്ക് വിശ്വാസമാ. ഇയാൾ ഇതുവരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. കല്യാണത്തോടെ ഇവൾക്ക് ദാമ്പത്യം നഷ്ടപ്പെട്ടതുകൊണ്ട് മറ്റാർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടരുതെന്നാ ഇവളുടെ ആഗ്രഹം. അതുകൊണ്ട് മേഘേട്ടനെ മഞ്ജു കല്യാണം കഴിക്കുന്നതിനോട് ഇവൾക്ക് എതിർപ്പായിരിക്കും. നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നീ എന്തിനാ ഇടയ്ക്കായിരുന്നേ? അമ്മാവാ, അവന് വേണ്ടി മറ്റേതെങ്കിലും പെൺകുട്ടികളെ നോക്കുന്നതായിരിക്കും നല്ലത്. കമലേശ്വരം തറവാടിന്റെ മരുമകനാകാൻ അവന് യോഗ്യതയില്ല. അത് കണ്ണേട്ടനാണോ തീരുമാനിക്കുന്നത്? ഇവരെന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞു എന്ന് കരുതി എനിക്ക് എന്റെ മേഘേട്ടനെ വിട്ടുകളയാൻ പറ്റില്ല. ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മേഘേട്ടനെ തന്നെയായിരിക്കും. ഇവരുടെ പിന്നാലെ മേഘേട്ടൻ നടന്നതിന് എന്താ തെളിവ്? അന്നവൻ ഇയാളോട് അപമര്യാദയായിട്ട് പെരുമാറിയ സമയത്ത് അന്നവന്റെ മുഖത്ത് അതിന്റെ തെളിവുണ്ടായിരുന്നു. ഇയാളുടെ കൈയുടെ പാട്. പിന്നെ ഒരാളെ തല്ലിക്കഴിഞ്ഞാല് ആ പാട് എന്നും അയാളുടെ കവിളത്ത് കാണില്ലല്ലോ. വിവാഹത്തിന് മുമ്പ് ഇവര് കണ്ണി കണ്ട ആണുങ്ങളെല്ലാം പ്രേമിച്ച് നടന്ന കൂട്ടത്തിലുള്ളതാണെന്ന് മേഘേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കരുണയെടുത്ത് സമ്മതിച്ചിട്ടുമുണ്ട്. ആണോടി? നീ അത് സമ്മതിച്ചു കൊടുത്തോ? കല്യാണത്തിന് മുമ്പ് ഏതാണിന്റെ പിന്നാലെയാ ഞാൻ ചുറ്റിത്തിരിഞ്ഞിട്ടുള്ളത്? ആരെയാ ഞാൻ പ്രേമിച്ചിട്ടുള്ളത്? ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ട്. ഒരാളുടെ പേര് നീ പറ. നീ പ്രേമിക്കുന്ന ചെറുപ്പക്കാരുടെയൊക്കെ പേര് കാണാതെ പഠിച്ച് നടക്കുന്നതാണല്ലോ എന്റെ ജോലി. അങ്ങനെ ഒരു പേരുകാരൻ കാണില്ല, അതുകൊണ്ട് നിനക്ക് പറയാൻ പറ്റാത്തെ. ഇവളുടെ എല്ലാ തെറ്റുകളും നീ ക്ഷമിക്കുന്നുണ്ടല്ലോ. പിന്നെ മേഘന് ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് എന്റെ മോൾക്ക് അവന്റെ ഭാര്യ ആയിക്കൂടെ? അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കേണ്ടത് മേഘനും മഞ്ജുമോളുവാ. അവർക്ക് രണ്ടാൾക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കിത് എന്തിന്റെ കേടാ കണ്ണ? എനിക്ക് കേട് തന്നെയാ. ഞാൻ ഈ വിവാഹത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എങ്കിലും ഇവള് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഇവളെടുത്ത തീരുമാനം ഇപ്പൊ ഇവൾ അറിയിച്ച സ്ഥിതിക്ക് ഞാൻ എന്റെ തീരുമാനം കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഇവള് മേഘനയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ ചടങ്ങിൽ ഞാൻ സഹകരിക്കില്ല.
എന്ന് വെച്ചാ അമ്മയും ഉണ്ണിയും കൂടെ ഇവളുടെ കല്യാണം മുന്നിൽ നിന്ന് നടത്തണമെന്ന് അർത്ഥം. വിവാഹം നടക്കുന്ന കതിർ മണ്ഡപത്തിന്റെ പരിസരത്ത് പോലും ഞാൻ കാണില്ല. അതുപോലെ തന്നെ ആ ചടങ്ങിന് ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്റെ സാമീപ്യം മാത്രമല്ല, എന്റെ സമ്പത്തും. കാലണ ആ കല്യാണത്തിനോട് ഞാൻ മുടക്കില്ല. വേണ്ടടാ, ഒന്നും വേണ്ട. എല്ലാം നീ ഇവൾക്ക് തന്നെ കൊടുക്ക്. നിന്റെ ജീവനും സ്വത്തും എല്ലാം എല്ലാം ഇവൾക്ക് കൊടുത്തേക്ക്. ചിലപ്പോ അങ്ങനെ ചെയ്തെന്ന് വരും. സ്വത്തിനോടും പണത്തിനോടും ആർത്തിയില്ലാത്തവർക്ക് അത് കൊടുക്കുന്നതന്നെ നല്ലത്. അങ്ങനെ വന്നാ അവരത് ദൂർത്തടിക്കില്ലെന്ന് മാത്രമല്ല, അതൊക്കെ എത്തേണ്ട കൈകളിൽ തന്നെ ആയിരിക്കും അവരെത്തിക്കുന്നത്. എല്ലാരും കേൾക്കാനായിട്ട് പറയുക, എന്റെ കുറവുകളെല്ലാം തിരിച്ചറിഞ്ഞ് എന്റെ ഭാര്യയായി വന്ന കൂട്ടത്തിലാ മഹാലക്ഷ്മി. അതുകൊണ്ടിനി എന്റെ ജീവിതത്തിൽ അയാൾക്കാ എല്ലാത്തിനും ഫസ്റ്റ് പ്രിഫറൻസ്. അയാൾ വേണ്ടെന്നൊരു കാര്യം പറഞ്ഞാ പിന്നെ എനിക്കും വേണ്ടം തന്നെ. എന്നുവെച്ചാ ഈ കുടുംബത്തിനകത്തും എന്റെ ബിസിനസ്സിലും എന്നെക്കാൾ മുന്തിയ പരിഗണന കൊടുക്കുന്നത് ഇയാൾക്കായിരിക്കും. ഇയാൾ പറയുന്നത് എവിടെ ആയാലും നടക്കൂ. ഇവിടെ മഹിക്ക് ഇഷ്ടമല്ല മേഘന ഇവൾ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും. ഇനി കൂടുതലൊന്നും പറയാനില്ല, ഈ വിഷയത്തെപ്പറ്റി തർക്കിക്കാനും. നിനക്കൊന്നും തരാൻ അവന് മനസ്സില്ല മോളെ. അങ്ങനെ അവനെ ആക്കി മാറ്റി കൂടെ പോയവള്. അയാളെ എത്ര എതിർത്താലും ശരി, മേഘേട്ടനെ മഞ്ജു വിട്ട് കളയരുത്. മഞ്ജുമോക്ക് സമ്മതമാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. അതുപോലെ തന്നെ ദുർഗെ, ഇനി പൊടിയുടെ വീര്യം കുറച്ചുകൂടെ കൂട്ടേണ്ടി വരുമെന്നാ തോന്നുന്നു. ഇപ്പോഴവന് കൊടുക്കുന്ന മരുന്ന് ഫലിക്കുന്നില്ല. ഇനി അതിനൊപ്പം അവൻ സാവകാശം മരിച്ചുകൊണ്ടിരിക്കണം. അതിന് പറ്റിയ മരുന്ന് ഇനി അവന്റെ ഉള്ളിൽ ചെന്നേ പറ്റൂ. അവരെത്തിയില്ലേ കണ്ണേട്ടനും മഹിയും? ഇല്ല. ദേ, സങ്കടത്തോടെ മഹാലക്ഷ്മി എന്നോട് സംസാരിച്ച്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് വേണം ഇക്കാര്യം കണ്ണേട്ടനോട് പറയാൻ. അത് നീ എന്നെ ഓർമ്മിപ്പിക്കണ്ട ലേഖ. അവരെത്തി. ലക്ഷ്മി, എടാ, നിന്റെ ഭാര്യ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലായതാ. എടാ, എന്നിട്ടും നീ നിന്റെ ഭാര്യ മനസ്സിലാക്കാത്തത് വല്ലാത്ത കഷ്ടം തന്നെയാ. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? തോമസ് വൈദ്യന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോ കണ്ണേട്ടന് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് വരാം. എങ്കിലും മഹിയുടെ തൃപ്തിക്ക് വേണ്ടി കണ്ണേട്ടന് മഹി പറയുന്നത് അനുസരിച്ചൂടെ? ഓ, അപ്പൊ ഇയാളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, നിങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ ഇയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? കണ്ണേട്ടന്റെ ചെറുപ്രായത്തിൽ നോക്കിയത് രണ്ടാനമ്മയും അവരുടെ ആങ്ങളെയൊക്കെ കൂടിയ. അവരെ മഹിക്ക് വിശ്വാസം പോരാ. ഞങ്ങൾക്കും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ. ആ നിലയ്ക്ക് തോമസ് വൈദ്യനെ പോലൊരു ആയുർവേദ വിദഗ്ധൻ കണ്ണേട്ടനെ നോക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ അദ്ദേഹത്തിന്റെ നോട്ടം മാത്രമല്ല, ഞങ്ങളുടെ മഹിയും നിഴൽ പോലെ കണ്ണേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാ ഇനി ചതിയൊന്നും പറ്റത്തില്ല എന്നർത്ഥം. അപ്പോ നേരത്തെ എന്നെ എന്റെ രണ്ടാനമ്മയും അമ്മാവന്മാരെല്ലാം കൂടി ചതിച്ചെന്നാണോ?
നിങ്ങൾ പറയുന്നേ? അവര് ചതിക്കുന്ന കൂട്ടത്തിലാണെന്ന് ഞങ്ങളെക്കാളും നന്നായിട്ട് നിനക്കറിയാലോ. എന്നാലും അന്നത്തെ സാഹചര്യത്തില് അവരത് ചെയ്യോ? ഇട അവരതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. ഈ പറയുന്ന നിന്റെ അമ്മാവൻ മേഘനാഥന്റെ അച്ഛനല്ലേ? അപ്പോഴേ അന്നത്തെ ചികിത്സയിൽ എത്രത്തോളം ആത്മാർത്ഥത അവര് കാട്ടിയിട്ടുണ്ടെന്ന് ഇപ്പൊ തോമസ് വൈദ്യൻ തന്നെ നിന്നോട് പറഞ്ഞില്ലേ? അതൊക്കെ അറിഞ്ഞിട്ടും കണ്ണേട്ടന് എന്റെ വാക്ക് കേൾക്കാൻ വയ്യ. കണ്ണേട്ടന് കൊടുത്ത മരുന്നില് മറ്റെന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ അത് സംഭവിച്ചെങ്കിൽ ഇതിനു മുന്നേ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കണ്ണേട്ടന്റെ ശരീരത്തില് കഴിച്ച മരുന്ന് ഒന്നും പിടിച്ചിട്ടില്ല. ഇനിയെങ്കിലും അത് പാടില്ല. തോമസ് വൈദ്യൻ തരുന്ന മരുന്ന് കലർപ്പില്ലാതെ കണ്ണേട്ടന്റെ ഉള്ളിൽ ചെല്ലട്ടെ. അതിനുശേഷം ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കില്ല. എടാ കണ്ണ, ഇനി തർക്കൊന്നും വേണ്ട. നീ മഹിയുടെ സങ്കടം അറിഞ്ഞ് കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ബലമായിട്ട് നിന്നെ തോമസ് വൈദ്യന്റെ അരികിലെത്തിക്കും. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.